നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ അമ്മമാർക്കെല്ലാം ലഭിക്കുന്ന 1000 രൂപ പ്രതിമാസം ലഭിക്കുന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയുടെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആനുകൂല്യ വിതരണം 1 മാസത്തെ കുടിശ്ശികയാവുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ്റെ പശ്ചാത്തലങ്ങളിലൊക്കെ ആവാം ഒരുപക്ഷെ ആനുകൂല്യം കുടിശ്ശികയായത്. ഏപ്രിൽ മാസത്തെ ധനസഹായമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. മാർച്ച് അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസങ്ങളിലെല്ലാം നമുക്ക് ധനസഹായങ്ങൾ ലഭിച്ചിരുന്നു. 2000 രൂപ ഒരുമിച്ച് ലഭിച്ചവരുണ്ട്, 2 മാസമായിട്ട് ലഭിച്ചവരുണ്ട്. അപ്പോൾ ഈ ധനസഹായം ഏപ്രിൽ മാസം മുടങ്ങിയപ്പോൾ തന്നെ പദ്ധതി നിർത്തലാകുമോ എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചിരുന്നു. സർക്കാരിൻ്റെ അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട്. പുതിയ മന്ത്രിസഭയും അതോടൊപ്പം തന്നെ പുതിയ സർക്കാരും ഈ പദ്ധതി കൂടുതൽ കാര്യക്ഷമമായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകും. മുൻ സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ നടപ്പിലാക്കിയേക്കും. അതായത് ഇപ്പോൾ BPL AVO റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. അത് 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക്. ഇതിൽ തന്നെ APL വിഭാഗത്തിനെ കൂടി ചേർത്തായിരിക്കാം ഒരുപക്ഷെ പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാവാം. ഇനി അതല്ല എങ്കിൽ നിലവിലുള്ള തുകയിൽ മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സർക്കാർ പരിഗണിച്ചേക്കാം. ഇനി ഈ പെൻഷൻ തുകയിൽ 2 മാസത്തെ തുകയായിരിക്കും ഈ പ്രാവശ്യം എത്തിച്ചേരുക. ഏപ്രിൽ മാസത്തെ മുടങ്ങിയ ഗഡുവും അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും. ഏപ്രിൽ മാസത്തെ ഗഡു ഈ ആഴ്ചയോടെ അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം ഉണ്ടാകും. മെയ് മാസത്തെ ധനസഹായം ഈ മാസം ഒടുവിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 16 ലക്ഷത്തോളം വരുന്ന അമ്മമാർക്ക് നിലവിൽ ഈ പദ്ധതിയിൽ അപ്രൂവൽ ആയിട്ടുള്ളവരാണ്, ധനസഹായം ലഭിക്കുന്നവരാണ്. ഇനി ആദ്യമായിട്ട് അപ്രൂവൽ ലഭിച്ചവരുണ്ട്, ആദ്യ ഗഡു ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നവർ. അങ്ങനെയുള്ളവർക്കുൾപ്പെടെ ധനസഹായം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാസമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതികളുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസം മുതലാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, അപേക്ഷ വെച്ച വിദ്യാർത്ഥികളിൽ ആർക്കെങ്കിലുമൊക്കെ ആനുകൂല്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് നിലവിൽ നമുക്കറിയാം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം മുതൽ ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, അതിൽ തന്നെ പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ എന്നിങ്ങനെ വിവിധ സ്ട്രീമുകളിലായിട്ട് ഒത്തിരി സ്കോളർഷിപ്പാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ നമ്മളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരാൻ സാധ്യതയില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ആ രീതിയിൽ ടെക്നിക്കൽ പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് വിദ്യാസമുന്നതിയുടെ, അതായത് നമ്മളുടെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. വെബ്സൈറ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ 2025-26 സ്കീം തിരഞ്ഞെടുത്ത് വേണം നമ്മളുടെ ഏത് വിഭാഗത്തിലാണോ അപേക്ഷ വെച്ചത് ആ വിഭാഗത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് മുൻപ് ലഭിച്ച ആപ്ലിക്കേഷൻ ID ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടാകും. ഇനി പണം എത്തിയ കാര്യങ്ങളിൽ ഒരു കൺഫർമേഷൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് പരിശോധിക്കുക. ഈ ട്രഷറിയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആധാർ കാർഡിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ പഴയ ഫോട്ടോയാണ് ഉള്ളതെങ്കിൽ അത് അപ്ഡേഷൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്ക് ഇലക്ട്രോണിക് KYC അതോടൊപ്പം തന്നെ OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊരു കാര്യം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ബാധകമാണ് ഇത്തരം കാര്യങ്ങൾ. അക്ഷയ സെൻറ്ററുകൾ വഴി, കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.